سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. അന്ത്യപ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹീത ജീവിതത്തിൻ്റെ ഓരോ സംഭവങ്ങളും മഹത്തായ സന്ദേശങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വളരെ സുപ്രധാനമായൊരു സംഭവമാണ് ഹിജ്റ 10 റജബ് മാസത്തിൽ നടന്ന ഇസ്രാ മിഅ്റാജ് യാത്ര. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രിയിൽ വിശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ മലക്കുകൾ വന്ന് മസ്ജിദുൽ ഹറാമിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നും സുദീർഘമായ യാത്ര ചെയ്ത് ബൈത്തുൽ മുഖദ്ദസിൽ എത്തിക്കുകയുണ്ടായി. ഇതിന് ഇസ്രാ എന്ന് പറയപ്പെടുന്നു. പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു യാത്രയാണിത്. അവിടെ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7 ആകാശങ്ങളിലേക്ക് യാത്ര ചെയ്തു. അല്ലാഹുവിന്റെ സന്നിധിയിലെത്തുകയും പടച്ചവനുമായി വളരെയധികം മടുക്കുകയും ചെയ്തു. ഇതിന് മിഅ്റാജ് എന്ന് പറയപ്പെടുന്നു. ഖുർആനിന്റെ സൂചനകൾ കൊണ്ടും സഹീഹായ ഹദീസുകൾ കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നും മടങ്ങി വരുന്ന സമയത്ത് ഈ യാത്രയുടെ സ്മരണയും ഇതിന്റെ മഹത്വവും വിളിച്ചറിയിക്കുന്ന ഏതാനും ഉപഹാരങ്ങൾ അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകി. അതിൽ പ്രധാനപ്പെട്ട ഉപഹാരമാണ് അനുഗ്രഹീതമായ ഫർദ് നമസ്കാരങ്ങൾ. ഈ സംഭവത്തിന്റെ ധാരാളം പാഠങ്ങളിൽ 2 പാഠം മാത്രമാണ് ഇന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഇസ്രായിന്റെയും മിഅ്റാജിന്റെയും ഈ സംഭവം നടക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം ദുഷ്കരവും പ്രയാസകരവുമായ സന്ദർഭത്തിലാണ്. പ്രബോധനം ആദ്യം മുതൽക്കേ പ്രയാസകരമായിരുന്നെങ്കിലും പ്രിയപ്പെട്ട പത്നി ഖദീജ റളിയല്ലാഹു അൻഹയുടെയും ആദരണീയ പിതൃവ്യൻ അബൂ താലിബിന്റെയും പിന്തുണ കാരണം ശത്രുക്കൾക്ക് കൂടുതൽ ഉപദ്രവിക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഹിജ്റ നുബുവത്തിന്റെ 10ാം വർഷത്തോടടുത്ത് ഈ 2 പേരും ഒന്നിനു പിറകെ ഒന്നായി പടച്ചവനിലേക്ക് യാത്രയായി. അതിനുശേഷം അവസ്ഥ വളരെയധികം മോശമാവുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വല്ലാതെ ദുഃഖമുണ്ടാവുകയും ചെയ്തു. വലിയ പ്രതീക്ഷയോടെ നടത്തിയ തായിഫ് യാത്ര അത് ക്രൂരമായ പീഡനങ്ങളിലും ആക്ഷേപങ്ങളിലും അധിക്ഷേപങ്ങളിലും കലാശിക്കുകയും ചെയ്തു. ഈ സമയത്ത് സ്വാഭാവികമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വല്ലാതെ ദുഃഖവും സങ്കടവും വ്യസനവുമുണ്ടായി. ഇതിന്റെ ഒരു സമാശ്വാസം എന്ന നിലയിൽ കൂടിയാണ് അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ യാത്ര ചെയ്യിപ്പിച്ചത്. ഈ യാത്രയിലൂടെ അല്ലാഹു അറിയിച്ചു, താങ്കൾ ശരിയായ ലക്ഷ്യത്തിലും മാർഗത്തിലുമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആരെല്ലാം താങ്കളെ ആക്ഷേപിച്ചാലും അധിക്ഷേപിച്ചാലും താങ്കൾ സമാധാനപ്പെടണം. അങ്ങയുടെ പ്രവർത്തനത്തിൽ താങ്കൾ നിരതനായി മുന്നോട്ട് നീങ്ങണം. ഒരു വിശ്വാസി, പ്രത്യേകിച്ചും ഒരു പ്രബോധകൻ, അവസ്ഥകളിലേക്കല്ല നോക്കേണ്ടത്, മറിച്ച് തന്റെ ധർമ്മത്തിലേക്കും കർമ്മത്തിലേക്കുമാണ് നോക്കേണ്ടത്.
ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനനുസരിച്ച് വന്നതിന് ശേഷം പ്രബോധന പ്രവർത്തനങ്ങളിൽ വർധനവ് സ്വീകരിക്കുകയുണ്ടായി. ഇന്നും പലപ്പോഴും നമുക്ക് പലവിധങ്ങളായ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകും. അതിൽ നമ്മുടെ ഭാഗത്തു നിന്നും വല്ല തെറ്റുമുണ്ടെങ്കിൽ തിരുത്തണം. ഇനി നമ്മളുടെ ഭാഗത്ത് തെറ്റുകളൊന്നുമില്ല എങ്കിൽ ശരിയായ മാർഗത്തിൽ ഉറച്ചു നിന്ന് മുമ്പോട്ട് നീങ്ങണം. ആരുമില്ല എങ്കിലും പടച്ചവൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ആരും സഹായിച്ചില്ലെങ്കിലും പടച്ചവന്റെ സഹായം നിങ്ങൾക്കുണ്ട് എന്നുറച്ച് വിശ്വസിച്ചുകൊള്ളുക. ഈ സംഭവത്തിന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പാഠമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുന്ന സമയത്ത് അനുഗ്രഹീതമായ നമസ്കാരങ്ങൾ, ഫർദ് നമസ്കാരങ്ങൾ അല്ലാഹു നൽകുകയുണ്ടായി. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അനുഗ്രഹീതമായ യാത്ര നടത്തിയെങ്കിൽ സമുദായത്തിന് മനസ്സുകൊണ്ട് ആത്മീയമായി ഈ യാത്ര നടത്താനുള്ള ഒരു സുവർണാവസരമാണ് അനുഗ്രഹീതമായ നമസ്കാരം. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയത്, അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, നമസ്കാരം ഒരു സത്യവിശ്വാസിയുടെ ഇലാഹി സാമീപ്യത്തിലേക്കുള്ള ആരോഹണമാണ്, ആത്മാവിന്റെ യാത്രയാണ്, പടച്ചവനിലേക്ക് ദാസൻ അടുക്കുകയാണ്. അതുകൊണ്ടുകൂടിയാണ് നമസ്കാരം ആദ്യം നൃത്തം, ശേഷം റുക്കൂഅ്, പിന്നീട് സുജൂദിലൂടെ ദാസൻ പടച്ചവനിലേക്ക് അങ്ങേയറ്റം അടുക്കുകയും നമസ്കാരത്തിന്റെ അവസാന ഭാഗമായ തഹിയ്യാത്തിൽ വെച്ച് അനുഗ്രഹീതമായ മിഅ്റാജിനെ അനുസ്മരിക്കുന്ന അത്തഹിയ്യാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ്, അല്ലാഹുവിനോടുള്ള തിരുമുൽ കാഴ്ച ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമർപ്പിക്കുന്നു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, പടച്ചവൻ പ്രവാചകന് നൽകുന്ന സലാമിനെ അനുസ്മരിക്കുന്നു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, മലക്കുകൾ അവർക്ക് മുഴുവൻ, മനുഷ്യർക്ക് മുഴുവൻ, ജിന്നുകൾക്ക് മുഴുവൻ, ജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഈ സംഭവം അനുസ്മരിക്കുന്ന ഓരോ വിശ്വാസിയും നമസ്കാരത്തിന് ശ്രദ്ധ കാണിക്കാൻ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ഇസ്രായിന്റെയും മിഅ്റാജിന്റെയും ആശംസകൾ അർപ്പിക്കുകയും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് വലിയ രീതിയിൽ പറയുകയും ചെയ്യുന്ന സമുദായം, പക്ഷെ അതിൽ ഏറ്റവും വലിയ സ്മാരകമായ നമസ്കാരത്തിൽ കടുത്ത വീഴ്ചയാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. സമുദായത്തിലെ വലിയൊരു വിഭാഗത്തിന് നമസ്കാരവുമായി യാതൊരു ബന്ധവുമില്ല. നമസ്കാരവുമായി ബന്ധമുള്ളവർ തന്നെ പുരുഷന്മാരിൽ വലിയൊരു വിഭാഗം ആളുകൾ ജമാഅത്ത് നമസ്കാരത്തിന് ശ്രദ്ധിക്കുന്നില്ല. എത്രയോ മസ്ജിദുകൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മളുടെ സൗകര്യത്തിന് വേണ്ടി അടുത്തടുത്തായിട്ട് മസ്ജിദുകൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അതും പടച്ചവൻ മസ്ജിദുകൾക്ക് സഹായം ചെയ്യുന്നവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര വലിയ സഹായങ്ങളാണ് ചെയ്യുന്നത്. വിസർജനത്തിന് സൗകര്യം, ഒതു കൊടുക്കാൻ സൗകര്യം, നമസ്കരിക്കാനാകട്ടെ അതിനേക്കാളെല്ലാം മഹത്തരമായ സൗകര്യം. പൊതുവിൽ മുട്ടുവേദന വരികയുണ്ടായി. അൽഹംദുലില്ലാഹ്, ഒന്നാമതിന് വിരിപ്പുകൾ മസ്ജിദുകളിൽ വന്നിരിക്കുന്നു. വലിയ ആനന്ദം അനുഭവപ്പെടുന്ന മസ്ജിദുകളിൽ. പക്ഷേ ഖേദകരമായ കാര്യം, ജമാഅത്ത് നമസ്കാരത്തിൽ ആളുകൾ വളരെ കുറവാണ് എന്നുള്ളതാണ്. പരിസരം മുഴുവനും മുസ്ലിം വീടുകൾ, മുസ്ലിം ചെറുപ്പക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നു, കറങ്ങി നടക്കുന്നു. പക്ഷേ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുന്നില്ല. ഇസ്രാ മിഅ്റാജിന്റെ മറ്റൊരു സന്ദേശം കൂടിയാണ് ജമാഅത്ത് നമസ്കാരം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നബിമാരുടെ ആത്മാവുകളുമായി സംഗമിച്ചപ്പോൾ നിർവഹിച്ചത് ജമാഅത്തായിട്ടുള്ള നമസ്കാരമായിരുന്നു. ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ നബിമാരുടെയും ആത്മാവുകൾക്ക് ഇമാമത്ത് നിന്നുകൊണ്ട് ജമാഅത്ത് നമസ്കാരം നിർവഹിക്കുകയുണ്ടായി. അതുപോലെ സഹോദരിമാർ
അൽഹംദുലില്ലാ ധാരാളം പേര് നമസ്കരിക്കുന്നുണ്ട്. പക്ഷെ വീഴ്ച എന്താണ്? ളുഹറും അസറും കൂടി ഒരുമിച്ച് നമസ്കരിക്കുന്നു, മഗ്രിബും ഇശായും കൂടി ഒരുമിച്ച് നമസ്കരിക്കുന്നു. നമസ്കാരത്തിന്റെ സമയങ്ങളിൽ വലിയ വീഴ്ചയാണ് വരുത്തുന്നത്. പുരുഷന്മാർക്ക് ജമാഅത്ത് നമസ്കാരം പോലെ സ്ത്രീകൾക്ക് അതിന്റെ മഹത്വം കരസ്ഥമാക്കാനുള്ള പ്രധാന മാർഗമാണ് ആദ്യ സമയത്ത് നമസ്കരിക്കുക എന്നുള്ളത്. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ സഹോദരി നിങ്ങളുടെ ഒന്നാമത്തെ ജോലി നമസ്കാരമാണ്. അതിനുശേഷം മറ്റ് ജോലികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചുരുക്കത്തിൽ നമസ്കാരം ഇത് ഇസ്രാ മിഅ്റാജിന്റെ ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ്. ഫർദ് നമസ്കാരം മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം സുന്നത്ത് നമസ്കാരങ്ങളും പഠിപ്പിച്ചു. നമസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷവും സുന്നത്ത് നമസ്കാരം, അതുപോലെ തന്നെ നന്ദിയുടെ നമസ്കാരം, തൗബയുടെ നമസ്കാരം, ആവശ്യ നിർവഹണത്തിനുള്ള നമസ്കാരം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വല്ല ആവശ്യങ്ങളും വരുന്നു, ഉടനെ നമസ്കാരത്തിലേക്ക് തിരിയുകയാണ്. എന്തെങ്കിലും വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള നമസ്കാരം ഇസ്തിഖാറ നമസ്കാരം. ഒരു കാര്യം അത് ഇപ്പോൾ ചെയ്യണമോ പിന്നീട് ചെയ്യണമോ, ഈ കാര്യം വേണമോ വേണ്ടയോ, ഇത് തീരുമാനമെടുക്കാൻ വേണ്ടി ഇസ്തിഖാറ നമസ്കാരം. ഇങ്ങനെ ധാരാളം നമസ്കാരങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഇന്ന് സമുദായം ഇവിടം വരെയും എത്തിച്ചേർന്നത് മിഅ്റാജിന്റെ മഹത്തായ സന്ദേശത്തെ മുൻഗാമികൾ മുറുകെ പിടിച്ചതുകൊണ്ടാണ്. അവർക്ക് പ്രതികൂലമായ സാഹചര്യങ്ങൾ വന്നു, അതിലവിടെ അവർ അടിയുറച്ചു നിന്നു. ശരിയായ രീതിയിൽ അവർ കർത്തവ്യബോധമുള്ളവരായി അടുത്ത തലമുറയെപ്പറ്റി ചിന്തിച്ചു. ദീനിന്റെ അമാനത്ത് അടുത്ത തലമുറകൾക്ക് അവർ എത്തിക്കുകയുണ്ടായി. അതുപോലെ ആ മഹാത്മാക്കൾ, മുൻഗാമികളായ മഹാന്മാർ നമസ്കാരാദി കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുകയും ഗൗനിക്കുകയും ചെയ്തു. വലിയ ശ്രദ്ധയും അതുപോലെ താല്പര്യം അവർ പുലർത്തുകയുണ്ടായി. നമസ്കാരമാണ് അവർക്ക് ഏറ്റവും വലുത്, അതിനുശേഷമാണ് മറ്റ് കാര്യങ്ങൾ. ഈ ഒരു സ്വഭാവം അവർ മുറുകെ പിടിക്കുകയുണ്ടായി. ഇത് കാരണമായിട്ടാണ് ദീൻ നമ്മൾ വരെയും എത്തിച്ചേർന്നത്. പ്രിയപ്പെട്ട സമുദായമേ, ഈ ദീൻ നമ്മളിൽ നിലനിൽക്കാനും അടുത്ത തലമുറയ്ക്ക് എത്താനുമുള്ള വഴിയാണ് മിഅ്റാജ് പഠിപ്പിക്കുന്നത്. ഒന്ന്, സത്യത്തിന്റെ സരണിയിൽ ഉറച്ചു നിൽക്കൽ. എന്തെല്ലാം സാഹചര്യങ്ങൾ വന്നാലും പടച്ചവന് പൊരുത്തമായ മാർഗത്തിൽ ഉറച്ചു നിൽക്കൽ. ആരും നിങ്ങളുടെ കൂട്ടത്തിലില്ല എങ്കിലും പടച്ചവന് കൂട്ടത്തിലുണ്ടെന്ന് മനസ്സിലാക്കൽ. പടച്ചവന്റെ സഹായം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ വേറെ ആര് സഹായിച്ചില്ലെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല, പടച്ചവന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് കഴിഞ്ഞു, തങ്ങൾ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായി. പക്ഷെ അവസ്ഥ വീണ്ടും രൂക്ഷമായി. അവസാനം നാടും വീടും വിടേണ്ടി വന്നു. പക്ഷെ അതോടുകൂടി വിജയത്തിന്റെ കവാടം തുറക്കുകയായിരുന്നു. അവസാനം തങ്ങൾക്ക് യാത്രയാകേണ്ടി വന്ന നാട്ടിലേക്ക് വലിയ വിജയം വരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചേരുകയുണ്ടായി. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, നാം ഓരോരുത്തരും നമസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കൽ, മക്കളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കൽ, കുടുംബത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കൽ. ഒരു തീരുമാനം സമുദായം ഇസ്രായിന്റെയും മിഅ്റാജിന്റെ വെളിച്ചത്തിൽ എടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നമസ്കാരത്തിൽ പ്രേരിപ്പിക്കുമെന്ന് തീരുമാനമെടുക്കൽ. ആരുമായും വഴക്കുണ്ടാക്കേണ്ടതില്ല, ആരെയും പിടിച്ച് വലിക്കേണ്ടതില്ല. പക്ഷേ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ വലിയ ശ്രദ്ധ കാണിക്കണം. അല്ലാഹു തആല വിവിധ ഇസ്രാ മിഅ്റാജുകളിലൂടെ കടന്നുപോയ മഹാത്മാക്കളെ പറ്റി അനുസ്മരിച്ചതിന് ശേഷം വളരെ ദുഃഖത്തോടുകൂടി ഒരു കാര്യം അനുസ്മരിക്കുന്നുണ്ട്. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അദാഉ സ്വലാത വത്തബഉ ശഹവാതി ഫസൗഫ യൽഖൗന ഗയ്യ. ഈ മഹാന്മാരായ നബിമാരുടെ പിൻഗാമികളായി ഒരു കൂട്ടം ആളുകൾ വന്നു. അവർ നമസ്കാരത്തിൽ അവർ അലസത കാണിച്ചു. ഇവർ ഭയങ്കരമായ നരകത്തെ കണ്ടുമുട്ടുന്നതാണ്, അപകടത്തിലെത്തുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കലും ഈ വിഭാഗത്തിൽ പെടരുത്. മറിച്ച് ശരിയായ മുൻഗാമികളിൽ, മഹാന്മാരായ സഹാബാക്കളിൽ, മഹത്തുക്കളായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പ്രവേശിക്കൽ, പടച്ചവനിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് സത്യത്തിന്റെ സരണിയിൽ ഉറച്ചു നിൽക്കൽ. അതുപോലെ തന്നെ നമസ്കാരത്തിൽ വലിയ ശ്രദ്ധ കാണിക്കൽ, വലിയ ഗൗരവം കാണിക്കൽ. നമസ്കാരമില്ലാത്തവന് ഇസ്ലാമില്ല, നമസ്കാരമില്ലാത്തവന് മുസ്ലിമായി ഗണിക്കാൻ സാധിക്കുകയില്ല.
ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി വിവിധ ഹദീസുകളുടെ വെളിച്ചത്തിൽ പറയുന്നത്, ആരെങ്കിലും നമസ്കാരം ഉപേക്ഷിച്ചാൽ അവന് ദീനിൽ നിന്ന് മുർത്തദ്ദായി പുറത്തുപോയി എന്നുള്ളതാണ്. വലിയ ഗൗരവമാണ് പറയുന്നത്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, നമസ്കാരം മുടക്കുന്നവനെ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഖബറടക്കാൻ പാടില്ല. നിർബന്ധിത സാഹചര്യത്തിൽ അടക്കേണ്ടി വന്നാൽ അടക്കണം. പക്ഷെ അതിന്റെ മുകളിൽ എഴുതി വെക്കണം, നമസ്കാരം മുടക്കി പടച്ചവനോട് നന്ദികേട് കാണിച്ച ജന്തുവിന്റെ ഖബറാണെന്ന് എഴുതി വെക്കണമെന്ന് പോലും നിർദ്ദേശിക്കുന്നു. വലിയ ഗൗരവമാണ് നമസ്കാരത്തിന്റെ വിഷയത്തിലുള്ളത്. അതുകൊണ്ട് നമ്മളെല്ലാവരും നമസ്കാരത്തിൽ ശ്രദ്ധിക്കണം. ഒന്നാമതായി നാം മുഴുവൻ ആളുകളും നമസ്കരിക്കണം. വിവാഹങ്ങളിൽ പങ്കെടുത്തുകൊള്ളിൽ, പക്ഷേ നമസ്കാരത്തിൽ ശ്രദ്ധ വേണം. യാത്രകൾ നടത്തിക്കൊള്ളിൽ നമസ്കാരത്തിൽ ശ്രദ്ധ വേണം. അത്ര സൗകര്യം അല്ലാഹു ചെയ്തിരിക്കുന്നു. ഓരോ സ്ഥലങ്ങളിലും പോകുമ്പോൾ ഓരോ മസ്ജിദുകളുമായി ബന്ധപ്പെട്ട ആളുകളെ ഓർത്തുകൊണ്ട്, അത് സ്ഥാപിച്ചവരെ ഓർത്തുകൊണ്ട് ആത്മാർത്ഥമായി ദുആ ചെയ്യാറുണ്ട്. എത്ര പാവത്തുകൾ പരിശ്രമിച്ചു കാണും ബസ് സ്റ്റാൻഡുകൾക്കരികെ മസ്ജിദുകൾ സ്ഥാപിക്കാൻ, റെയിൽവേ സ്റ്റേഷന്റെ അരികെ മസ്ജിദുകൾ സ്ഥാപിക്കാൻ, റോഡിന്റെ അരികിൽ മസ്ജിദുകൾ സ്ഥാപിക്കാൻ എത്ര അധ്വാനിച്ചു കാണും. പക്ഷേ നമ്മളതിനെ പ്രയോജനപ്പെടുത്തണം, അവിടെ പോയി നമസ്കരിക്കണം. അതുപോലെ പുരുഷന്മാരായ മുഴുവൻ ആളുകളും ജമാഅത്ത് നമസ്കാരത്തിൽ ശ്രദ്ധിക്കണം. ജമാഅത്ത് നമസ്കാരത്തിൽ വലിയ ഗൗരവം കാണിക്കണം. ഇസ്രാ മിഅ്റാജിന്റെ ഒരു മഹത്തായ സുഗന്ധം നിറഞ്ഞ സന്ദേശമാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ മഹാന്മാരായ നബിമാർ നമസ്കരിച്ച സംഭവം. അതുകൊണ്ട് ജമാഅത്തായി നമസ്കരിക്കണം. സഹോദരിമാരോട്, നമ്മുടെ ഭാര്യമാരോട്, മക്കളോട് യഥാസമയത്ത് നമസ്കരിക്കാൻ വേണ്ടി നിർദ്ദേശിക്കണം, അവരെ ഉപദേശിക്കണം. ഇതാണ് ഇസ്രാ മിഅ്റാജിന്റെ പ്രധാനപ്പെട്ട സന്ദേശം. അള്ളാഹു അറിയിക്കുന്നു, സുബ്ഹാനല്ലദീ, ഒരല്ലാഹ് പരമപരിശുദ്ധരാണ്, അസ്റാ ബിഅബ്ദിഹി, അവന്റെ സമ്പൂർണ്ണ ദാസന്റെ ശരീരവും മനസ്സും ആത്മാവും ഒരുമിച്ച് യാത്രയാണം ചെയ്യിപ്പിച്ചു. മിനൽ മസ്ജിദുൽ ഹറാം, മക്ക മുക്കറമയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്നും ഇലൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ അഖ്സയിലേക്ക്, ബൈത്തുൽ മുഖദ്ദസിലേക്ക്, ലിനുരിയഹു മിൻ ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, തീർച്ചയായും അല്ലാഹു എല്ലാം കാണുന്നവരും എല്ലാം കേൾക്കുന്നവരുമാണ്. ആ പ്രവാചകന്റെ മഹത്തായ യാത്രയെ അനുസ്മരിച്ചുകൊണ്ട് സമുദായം മറ്റൊരു മിഅ്റാജായ ആത്മാവ് കൊണ്ട്, മനസ്സുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പടച്ചവരിലേക്കുള്ള പ്രയാണമായ നമസ്കാരത്തിൽ വലിയ ശ്രദ്ധ കാണിക്കൽ, നമസ്കാരത്തിൽ താല്പര്യം കാണിക്കൽ. അള്ളാഹു നമുക്കെല്ലാവർക്കും നമസ്കാരത്തിൽ ശ്രദ്ധ നൽകുമാറാകട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തിമ ഉപദേശമായിരുന്നു നമസ്കാരം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന നാം എല്ലാവരും പ്രാർത്ഥിക്കുക. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി, പടച്ചവനെ എന്നെയും എന്റെ മക്കളെയും നമസ്കാരം നല്ല നിലയിൽ നിലനിർത്തുന്നവരാക്കേണമേ. റബ്ബനാ തഖബ്ബൽ ദുആ, എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. റബ്ബന ഗഫിർ ലി വലിവാലിദൈ, പടച്ചവനെ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും പുറത്തു തരണമേ. വലിൽ മുഅ്മിനീൻ, മുഴുവൻ മുഅ്മിനീങ്ങൾക്കും പുറത്തു തരണമേ. യൗമ യഖൂമുൽ ഹിസാബ്, പ്രത്യേകിച്ചും നാളെ മഹ്ശറ വൻസഭയിൽ ഞങ്ങൾക്കെല്ലാവർക്കും പുറത്തു തരണമേ. അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ചും അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പരിപൂർണ്ണ മഗ്ഫിറത്ത്, മർഹമത്ത് നൽകുമാറാകട്ടെ. അവരുടെ ദർജകൾ അള്ളാഹു ഉയർത്തുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് പടച്ചവന്റെ പൊരുത്തത്തിലായി ദീർഘായുസ്സും സൗഖ്യവും സമാധാനം നൽകുമാറാകട്ടെ. വആഖിറു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.